ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മഷ്റൂം വെച്ചിട്ട് ഒരു അടിപൊളി പെപ്പർ റോസ്റ്റാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 1/2 സവാള അരിഞ്ഞത് നേരിയതായിട്ട് തന്നെ അരിഞ്ഞിരിക്കുകയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗത്തോളം മതിയാവും, കാരണം നമ്മളിപ്പോൾ ഇവിടെ ചെറിയൊരു എമൗണ്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇടുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ 2 or 3 പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, എരിവനുസരിച്ച്. ഇവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 200 ഗ്രാം മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഒരു മഷ്റൂമിനെ 6 കട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരിയതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിക്കുമ്പോഴും കുറച്ച് ടേസ്റ്റി ആയിരിക്കും. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളൊക്കെ മഷ്റൂമിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1.5 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി വന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഫൈനലി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനലി കുറച്ച് മല്ലിയിലയോടെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ്. നല്ലൊരു മോരേറി കൂടി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.